ഉദ്ദേശ സ്ഥലത്തെത്തി അവിടെ സ്ഫോടനം നടക്കുന്നത് വരെ ആ നീക്കം എന്താണെന്ന്, ആ പോയ വഴി ഏതാണെന്ന്, ഇത് എവിടുന്ന് ആരംഭിച്ചെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. ഓക്കെ, BJPയുടെ സൈലന്റ് മിസൈൽ. സൈലന്റ് മിസൈലാണ് നിതിൻ നബീൻ. ബംഗാൾ ഉടനെ തന്നെ വരുന്നു തെരഞ്ഞെടുപ്പിന്. അത് കഴിഞ്ഞ് ആസാമിൻ്റെ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു അശ്വമേധത്തെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയിൽ പലർക്കും പ്രത്യാശ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു BJP എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരാത്തവരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയില്ല. ഈ ഫോൺ സന്ദേശമൊക്കെ ഇവിടെ എത്രയോ വൈറലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വാച്ച് ചെയ്യാൻ അവിടെ ആളിരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അല്ല, ഇതിപ്പോൾ ഒരു വലിയ പരാതിക്ക് ഇട നൽകിയിട്ടുണ്ട്. പരാതി വരണമെന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. എങ്കിലേ ഈ കാര്യം തുറന്നു പറയാൻ പറ്റുള്ളൂ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. BJP ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ബീഹാറിൽ നിന്നുള്ള നേതാവ് നിതിൻ നബിൻ നിയമിതനായിരിക്കുകയാണ്. ആരാണ് നിതിൻ നബിൻ? എന്തൊക്കെയാണ് ഇതിലൂടെ BJP നൽകാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്? പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നിതിൻ നബിൻ BJPയുടെ ദേശീയ നേതാക്കളിൽ ഒന്നും തന്നെ ഇതുവരെ കേൾക്കാത്ത ഒരു പേര്. ആരാണ് നിതിൻ നബിൻ? അതാണ് BJPയുടെ തന്ത്രങ്ങളിലെ ഏറ്റവും പരമപ്രധാനം. നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒട്ടനവധി പ്രവർത്തകർ ആ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ സാധാ പ്രവർത്തകരല്ല. ഇദ്ദേഹത്തെ പറയുന്നത് സൈലന്റ് മിസൈൽ എന്നാണ്. സൈലന്റ് മിസൈൽ അതായത് ലക്ഷ്യത്തിൽ നിന്ന് പുറപ്പെട്ട് ഉദ്ദേശ സ്ഥലത്തെത്തി അവിടെ സ്ഫോടനം നടക്കുന്നത് വരെ ആ നീക്കം എന്താണെന്ന്, ആ പോയ വഴി ഏതാണെന്ന്, ഇത് എവിടുന്ന് ആരംഭിച്ചെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. ഓക്കെ, BJPയുടെ സൈലന്റ് മിസൈലാണ് നിതിൻ നബീൻ. ഓക്കെ, ഇദ്ദേഹത്തെ നിയമിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ആരാണ് നിതിൻ നബീൻ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആരാണ് നിതിൻ നബീൻ എന്ന്. അദ്ദേഹം 2006 പെട്ടെന്ന് തൻ്റെ പിതാവ് നബിൻ കിഷോർ മരണത്തെ തുടർന്ന് അവിടെ സ്ഥാനാർത്ഥിയാവുകയാണ് ഇത്. അതായത് പാറ്റ്ന വെസ്റ്റിൽ. ഓക്കെ, അതിനു മുമ്പ് പാറ്റ്ന വെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് 4 പ്രാവശ്യം നിയമസഭയിൽ അംഗമായിരുന്നു, മന്ത്രിയായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് പെട്ടെന്ന് മകൻ അവിടെ സ്ഥാനാർത്ഥിയാവുകയാണ് ഉണ്ടായത്. ഓക്കെ, പെട്ടെന്ന്. അപ്പോൾ വളരെ ചെറുപ്പം, 10-21 വയസ്സ്. അതായത് ഇദ്ദേഹത്തിന് 45 വയസ്സ്. ഇതിനിടയ്ക്ക് 5 പ്രാവശ്യം MLA ആയി ജയിച്ചു എന്ന് പറഞ്ഞാൽ. ഓക്കെ, MLA ആയി ജയിച്ചു എന്ന് മാത്രമല്ല വൻ ഭൂരിപക്ഷം. ഈ ഒരു തവണ അദ്ദേഹം 84,000 വോട്ടിന് തോൽപ്പിച്ചത് ആരെന്നറിയാമോ? നമ്മുടെ സിനിമാ താരം, ബീഹാറിലെ അല്ല, സൗത്ത് ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലെയും മുഴുവൻ ആരാധകരുടെ ഒരു പ്രധാന കേന്ദ്രമായ ശ്രദ്ധാകേന്ദ്രമായ ശത്രുഘ്ൻ സിൻഹ, അദ്ദേഹത്തിൻ്റെ മകൻ ലാൽ സിൻഹയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. എത്ര വോട്ടെന്ന് അറിയാമോ? 84,000 വോട്ടിന്. ഒരു അസംബ്ലിയിലാണെന്ന് നോക്കണം. 84,000 വോട്ടെന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭൂരിപക്ഷമാണെന്ന് ആലോചിക്കാം. എതിരാളിക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൊക്കെയാണ് അദ്ദേഹം ജയിക്കുന്നത് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഇലക്ഷനിലും ഈ 5ാം തവണ ജയിച്ചതും RJDയുടെ സ്ഥാനാർത്ഥിയേക്കാൾ 50,000 വോട്ട്. RJDയുടെ സ്ഥാനാർത്ഥിക്ക് മൊത്തം കിട്ടിയ വോട്ട് അതിനേക്കാൾ കുറവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിനേക്കാൾ കുറവായിരുന്നു അവർക്ക് കിട്ടിയ വോട്ട്. അത് ഏറ്റവും പ്രധാനം അതല്ല, 5 തവണ ഒരേ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വോട്ട് കൂട്ടി ജയിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യം. അതിനേക്കാൾ പ്രധാനം ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്താണെന്ന് പലർക്കും അറിയില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ തവണ വിചാരിച്ചെന്താ, ബീഹാറിൻ്റെ വിജയത്തിൻ്റെ അടിത്തറ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാനും ഇതുപോലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥികളുമായി ഏറ്റവും കൂടുതൽ ആത്മബന്ധത്തിൽ നിന്ന് എങ്ങനെ ഓരോ മണ്ഡലത്തിലും വിജയം കൊയ്യണമെന്ന് അവർക്ക് ഉപദേശിച്ചു കൊടുത്ത് അവരെ അതിന് പ്രാപ്തനാക്കിയ ആളാണ് ഈ നിതിൻ നബീൻ. ഒരു കൃത്യമായി കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, നന്നായി ലീഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ തന്നെയാണ്. ലീഡ് ചെയ്യാൻ സാധിക്കുന്നത് മാത്രമല്ല, പൂർണ്ണമായും അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു. അത് നിശബ്ദമായി തെളിയിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള നിശബ്ദ പ്രവർത്തകരുടെ ആയിരക്കണക്കിന് അത്തരത്തിലുള്ള പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ഈ BJPയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, അദ്ദേഹത്തിന് 45 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. BJPക്ക് 45 വയസ്സാണ്. അദ്ദേഹം ജനിച്ചത് 1980, BJP ജനിച്ചത് 1980.
അപ്പോൾ ഈ 45 വയസ്സുകാരൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ തലമുറ മാറ്റം എന്നുള്ളതാണ്. അതായത് ഇന്നിപ്പോൾ പിന്നെ പലരും പറയുന്നുണ്ട് എന്താ ശിവരാജ് ചൗഹാനെ എന്തുകൊണ്ടാക്കിയില്ല, മദൻലാൽ ഖട്ടറെ എന്തുകൊണ്ടാക്കിയില്ല, ധർമ്മേന്ദ്ര പ്രധാനെ അതുപോലെ ആക്കിയില്ല, പ്രഹ്ലാദ് ജോഷിയെ എന്തുകൊണ്ടാക്കിയില്ല, ഭൂപേന്ദ്ര യാദവിനെ എന്തുകൊണ്ടാക്കിയില്ല, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. കിഷൻ റെഡ്ഡി തുടങ്ങി വനിതകളിൽ നമ്മുടെ നിർമ്മല ശ്രീതാപരാമനെ എന്തുകൊണ്ടാക്കിയില്ല, അതുപോലെ പുരന്ദരേശ്വരിയെ എന്തുകൊണ്ടാക്കിയില്ല, തമിഴ്നാട്ടിലെ അണ്ണാമലയാക്കും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാക്കിയില്ല, ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധി വരികയാണ്. അപ്പം ഇവിടെയാണ് ഈ നിതിൻ നബീൻ്റെ പ്രസക്തി. കാരണം ഇവരൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാണ്, നമുക്ക് ഇവരെയൊക്കെ അറിയാവും. പക്ഷേ അങ്ങനെ അല്ലാതെ അറിയപ്പെടാത്ത ഒത്തിരി ഫിഗറുകൾ, ഒത്തിരി പ്രവർത്തകർ, ഒത്തിരി ഭീമൻ സേവകർ ഈ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു ഭീമൻ പാർട്ടിയാണല്ലോ. അതായത് ഒരു 15 കോടി മെമ്പർഷിപ്പ് മാത്രമുള്ള ഒരു പാർട്ടിയാണ്. ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ജനാധിപത്യ രാജ്യങ്ങളിലെ എടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് BJP. 15 കോടിയാണ് അടുപ്പിച്ചാണ്, 14 കോടി കഴിഞ്ഞു ഇപ്പം. അപ്പോൾ 15 കോടിയോളം മെമ്പർമാരുള്ളൊരു പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ അപ്പോൾ 15 കോടി എന്ന് പറയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കാം ഇതിൽ എത്ര നിശബ്ദ പ്രവർത്തകരുണ്ടെന്ന് അറിയാമോ? അതുകൊണ്ടാണ് ഈ പാർട്ടി ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇടിച്ചു കയറി വരുന്നത്. അതുകൊണ്ട് അല്ലാതെ വോട്ട് ചോരി കൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാമാന്യ ജനത്തിനറിയാം. പക്ഷേ നമ്മുടെ കോൺഗ്രസ് നേതൃത്വത്തിന് പലപ്പോഴും ഇതൊന്നും അറിയാറില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയേറെ കഴിവ് തെളിയിച്ച ഒരാളെ അതിവേഗത്തിൽ മുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് BJP കേന്ദ്ര നേതൃത്വം. അപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടി തെളിയിക്കുകയല്ലേ കേന്ദ്ര നേതൃത്വം ഈ ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ അവർ വളരെ ഭംഗിയായി നിർവഹിക്കുന്നു എന്ന്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ സംഘത്തെ അയച്ചത് കൃത്യമായി ഹാൻഡ് പിക്ക് ചെയ്ത പോലെയാണ് അയച്ചത്. ഓരോരുത്തരെയും കൃത്യമായി കഴിവ് തിരിച്ചറിഞ്ഞ് അവരെ നിയോഗിക്കുകയാണ്, പാർട്ടി നോക്കാതെ. ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ കാര്യം അവർ കൃത്യമായി ചെയ്തു പോകുന്നു അല്ലേ? വളരെ കൃത്യമായി ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ കാരണം ഇത് പലരും വിചാരിക്കും നിതിൻ നബീൻ ഒരു പുതുമുഖമാണ്, അല്ലെങ്കിൽ ഇന്നലെ വന്ന ഒരു താമരയാണെന്ന്. അങ്ങനെയല്ല. അദ്ദേഹം യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം നിരവധി യാത്രകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈസ്റ്റ് ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ ഡീപ്പായിട്ട് പോയി യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് കഴിഞ്ഞ ഒരു നേതാവാണ്. പിന്നെ ഛത്തീസ്ഗഡിൽ അദ്ദേഹം ഇലക്ഷൻ ക്യാമ്പയിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട്. സിക്കിമിൽ അദ്ദേഹം പോയി അതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ 7 സിസ്റ്റേഴ്സിൻ്റെ ഏരിയ മുഴുവൻ അദ്ദേഹത്തിന് കാണാപ്പാടമാണ്. നോർത്ത് ഈസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ബംഗാൾ ഉടനെ തന്നെ വരുന്നു തെരഞ്ഞെടുപ്പിന്, അത് കഴിഞ്ഞ് ആസാമിൻ്റെ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു അശ്വമേധത്തെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു സന്ദേശമാണ് അവർ കൊടുക്കുന്നത്. അത് ഒന്ന്, എതിരാളികൾക്ക് കൃത്യമായ ഒരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്. പക്ഷേ എതിരാളികളൊക്കെ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ആരും കാര്യമായിട്ട് പാർട്ടിയിൽ തന്നെ പലർക്കും സംശയമാണ് ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ വന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, എന്നോടൊരാൾ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്ന 202 MLA-മാരുടെ അടുത്ത് ചോദിച്ചു നോക്കണം എന്നാണ്. ബീഹാറിലെ ഓരോ വ്യക്തിക്കും തൻ്റേതായ ഒരു അഡ്വൈസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്യണം അവിടെ നിന്ന് ജയിച്ചു വരാനെന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം. 202-നല്ല, 243 പേർക്കും അങ്ങനെ മെസ്സേജ് കൊടുത്തിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അതായത് മുഴുവൻ പടയെയും വിജയിപ്പിച്ചെടുക്കുന്നതിൽ ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ ചെയ്ത പോലെ, അല്ലെങ്കിൽ അമിത്ഷാ ഡൽഹിയിൽ ഇരുന്ന് ചെയ്ത പോലെ, ഇദ്ദേഹം നിശബ്ദമായി അവിടെ ഓരോ സ്ഥാനാർത്ഥിക്കും ബൂസ്റ്റിംഗ് കൊടുത്ത് പ്രവർത്തിക്കുകയായിരുന്നു. അത് വേറൊന്ന് തെളിയിക്കുന്നത്, ഇനി വരുന്ന തമിഴ്നാട് കേരള തിരഞ്ഞെടുപ്പുകളിൽ ഇവിടെയും പാർട്ടി അണികളെ എങ്ങനെ ശക്തമാക്കണം, ഒരു മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരങ്ങൾ എങ്ങനെ നിങ്ങൾ വോട്ടാക്കി മാറ്റണം എന്ന് പഠിപ്പിക്കാനുള്ള ഒരാളാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ. അതനുസരിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കണം, അതനുസരിച്ചുള്ള സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം, അതനുസരിച്ചുള്ള പ്രവർത്തനം അണികൾ കൊണ്ട് ചെയ്യിക്കണം. ഓക്കെ. പിന്നെ ഇത് മാത്രമല്ല, അടുത്ത ഒരു 25-30 വർഷത്തേക്ക് ഉള്ള ഒരു അസറ്റിനെയാണ് ഇപ്പോൾ അശ്വമേധമായി അഴിച്ചുവിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഇങ്ങനെയാണ്. ഇത് ഇവിടെ മാത്രമൊന്നല്ല, ഇത് മുമ്പും BJP ഇത്തരം കാര്യത്തിലുണ്ട്. നിതിൻ ഗഡ്കരി 50-ാമത്തെ വയസ്സിലാണ് ഇതുപോലെ പെട്ടെന്ന് BJP പ്രസിഡൻ്റായിട്ട് വന്നത്. ഇതിനു മുമ്പ് ജനസംഘത്തിൽ വാജ്പേയി 43-ാമത്തെ വയസ്സിലാണ് വാജ്പേയി ദേശീയ പ്രസിഡൻ്റായത് ജനസംഘത്തിൻ്റെ. അദ്വാനി 45-ാമത്തെ വയസ്സിലാണ് ദേശീയ പ്രസിഡന്റ് ആയത്. അപ്പോൾ അതുപോലെ ഒരു പടക്കുതിരെ അശ്വമേധത്തിന് ഇതാ
നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഇന്ത്യയുടെ ഇലക്ഷൻ രംഗത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാർട്ടി ഏറ്റവും വലിയ പാർട്ടിയെ നയിക്കാനായിട്ട് ഇപ്പോൾ മുന്നോട്ട് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അല്ല, മറ്റു ചില പാർട്ടികൾ ഇത് പഠിക്കേണ്ടതാണെന്ന് തോന്നുന്നു അല്ലേ? അതായത് മകൾ അല്ലെങ്കിൽ സഹോദരൻ സഹോദരി എന്നതിനപ്പുറത്തേക്ക് കഴിവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന വ്യക്തമായൊരു മെസ്സേജ് അവർക്ക് ഇനി അവർ മനസ്സിലാവുമോ ഉൾക്കൊള്ളുമോ ഇല്ല, ഉൾക്കൊള്ളിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമാണ്. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരുത്തനെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ശിങ്കിടിയെ കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ, അമിത്ഷാ അദ്ദേഹത്തിന് അവർക്ക് ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രചരണം നടക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ എതിർ പാർട്ടിക്കാർ. അപ്പം അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഈ പാർട്ടിക്കകത്തൊരു അന്തചരിത്രം ഉണ്ടാക്കാൻ ഇതുകൊണ്ട് കഴിയുമോ, പിന്നെ ഈ പാർട്ടിയെ ഒന്ന് കൊച്ചാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശൈലിയാണ് നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഷെയ്ഡിലല്ല അദ്ദേഹം വളർന്നത്. ആ മരണത്തെ തുടർന്ന് പെട്ടെന്ന് അവിടെ സ്ഥാനാർത്ഥിയായി വരികയാണ് ചെയ്തത്. പക്ഷേ വന്നപ്പോൾ പിന്നെ തുടർച്ചയായിട്ട് 5 വർഷം ഓരോ വർഷവും ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ട്, അതായത് എത്ര വോട്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു 1.5 ലക്ഷം വോട്ടോ അല്ലെങ്കിൽ 1,60,000 വോട്ടോ ഒക്കെ ഉള്ളിടത്ത് 85,000 ഒക്കെയാണ് ഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ഊഹിക്കാമല്ലോ അദ്ദേഹം എന്തൊരു വലിയ അതിൻ്റെ ഒരു ഷെയർ മാത്രമാണ് എതിർ പാർട്ടിക്ക് കിട്ടുന്നത്. അദ്ദേഹം അതിന് ഈക്വൽ വന്നിട്ട് വരുന്ന ഭൂരിപക്ഷമാണല്ലോ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഭയങ്കരമായ വോട്ട് പിടുത്തം നടത്തുന്നതിലൊരു അഗ്രഗണ്യനാണ് ഇദ്ദേഹം. എനിക്ക് തോന്നുന്നു BJP തങ്ങളുടെ ആശയം, തങ്ങളുടെ ലക്ഷ്യം ഇവയെല്ലാം എപ്പോഴും ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ഈ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള വഴികൾ അത് എപ്പോഴും വൈവിധ്യമാക്കുവാനും അതിലേക്ക് നയിക്കുവാനായി വ്യത്യസ്തരെ കൊണ്ടുവരാനും അല്ലെങ്കിൽ കഴിവുള്ളവരെ കൊണ്ടുവരാനും അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഒരു മെച്ചപ്പെട്ട ഒരു സന്ദേശമാണ്. ഇത്തരത്തിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ തെക്കൻ ഇന്ത്യയിലും അധികം അകലെ അല്ലാതെ അവർക്ക് കൂടുതൽ സാന്നിധ്യം അറിയിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഇപ്പം തെക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ തമിഴ്നാട് മാത്രമാണ് വലിയ തോതിൽ അവർക്ക് പിടികിട്ടാപ്പുള്ളിയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ പോലും നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഒരു ബേസ് ആയിട്ടുണ്ട്. 4,000 വാർഡുകളിൽ വേണമെങ്കിൽ വിജയിക്കാമെന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 20,000 വാർഡുകളിൽ അവർ യൂണിറ്റുകൾ ഒരുവിധം ഭംഗിയായി പ്രവർത്തിക്കുന്ന വിധത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അടിത്തറ ഇവിടെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വിപുലീകരിക്കാൻ ഒത്തിരിയുണ്ട്. കേരളത്തിൽ ഒരു ചെടിയും നട്ട ഉടനെ വളരില്ല. കാരണം ഇതിനെ നശിപ്പിക്കാൻ പിന്നെ ഒരുപാട് കീടങ്ങളും കീടനാശിനികളും ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇത് പൊടിച്ച് വരണമെങ്കിൽ അതിന് ഇച്ചിരി സമയമെടുക്കും. പക്ഷേ ഇത് തഴച്ച് വളരും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതിൻ്റെ പെട്ടെന്നുള്ള ഒരു മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വം കൂടെ വന്നപ്പോൾ വളരെ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം ഒരു 6-7 മാസം കൊണ്ട് വന്നു, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു 5-6 വർഷം കൊണ്ട് ഈ പാർട്ടി ഇവിടുത്തെ ഒരു പ്രബല പ്രതിപക്ഷമാകുമെന്നുള്ളതിന് സംശയമൊന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ കുറേ കൂടി വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അക്കാര്യത്തിൽ നമ്മൾ ദേശീയ തലത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് BJPയുടെ മുന്നിലേക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളായി ഉണ്ട്. അതായത് തൃശ്ശൂരിൽ കുറേ കൂടി ശക്തമായൊരു സാന്നിധ്യമാകാമായിരുന്നില്ലേ നിങ്ങൾക്ക്? എന്താണ് അവിടെ പിഴച്ചത്? കാരണം അവിടെ വിജയിച്ചു വന്നു സുരേഷ് ഗോപി സ്വന്തം പ്രയത്നം ഉണ്ടായിരുന്നു, പ്രഭാവം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ശക്തമായി അവിടെ പ്രയോഗിക്കുവാൻ സാധിച്ചു. ഒപ്പം തന്നെ പാർട്ടി മെക്കാനിസവും പ്രവർത്തിച്ചു. പക്ഷേ ഇത് മൂന്നും എത്രത്തോളം കോർഡിനേറ്റഡ് ആയിരുന്നു എന്നുള്ളത് അതാണ് പ്രധാനം. അതായത് നമ്മൾ ഒരിടത്ത് ജയിക്കുന്നതിലല്ല കാര്യം. ഇപ്പോൾ 2020 കിഴക്കമ്പലത്ത് വിജയിച്ചു. അതൊരു ഒറ്റ പൂത്തിരിയാണ്. പിന്നീട് അവർക്ക് വിജയിക്കണമെങ്കിൽ എന്ത് വേണം? ആ 2020 കിഴക്കമ്പലത്തെ ജനങ്ങളുടെ ആകർഷണമായി മാറണം. അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തണം. എങ്കിൽ മാത്രമേ അടുത്ത വാർഡുകളിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം ഇവിടെ നേമത്ത് ആദ്യമായിട്ട് താമര വിരിഞ്ഞു. ആ താമര വിരിഞ്ഞതിൻ്റെ റിസൾട്ട് നേമത്തെ നിവാസികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞോ? ഒരു പ്രത്യേക മണ്ഡലമായിരുന്നു ഇത്. താമര അവിടെ വിരിഞ്ഞതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കൊരു പ്രത്യേകത കിട്ടി എന്ന് പറയാനുള്ളത് പാർട്ടി നേതൃത്വത്തിനും കഴിഞ്ഞില്ല. പ്രായാധിക്യം കൊണ്ടായിരിക്കാം പ്രഗത്ഭനായ ഒരു നേതാവായ O രാജഗോപാലിനും കഴിഞ്ഞില്ല. അതിൻ്റെ ക്ഷീണം അടുത്ത ഇലക്ഷനിൽ തോറ്റുപോയി. ഇനി അത് രാജീവ് ചന്ദ്രശേഖരനിലൂടെ ചിലപ്പോൾ പിടിച്ചു വന്നേക്കാം. ഇതുപോലെ തന്നെയാണ് തിരുവനന്തപുരം, ഇതുപോലെ തന്നെയായിരുന്നു തൃശ്ശൂർ ഒരു MP കിട്ടുമ്പോൾ ആ MPയുടെ പ്രത്യേകത അന്ന് മുതൽ തുടങ്ങണം. 6 മാസത്തിനകം അതിൻ്റെ രുചി തൃശ്ശൂരുകാർ അറിഞ്ഞിരിക്കണം. ഇവിടെ ഒരു താമര വിരിഞ്ഞതിൻ്റെ ഗുണം ഇവിടെ താഴെ തട്ടിൽ വരെ എനിക്ക് വരെ കിട്ടിയിരിക്കുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് സാധനം വേണം.
തിരുവനന്തപുരത്ത് ഇപ്പോൾ അതിനാണ് പിന്നെ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വികസിത അനന്തപുരിയാക്കുന്നതിനുള്ള അടിത്തറ, അതുകൊണ്ടാണ് പിന്നെ നരേന്ദ്രമോദി വന്ന് തന്നെ ഇത് പിന്നെ പ്രഖ്യാപിക്കും എന്ന് പറയാനുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, ദേശീയ നേതൃത്വത്തിനും കൂടെ റെസ്പോൺസിബിലിറ്റി വരുന്ന ഒരു സംഗതിയായി വരികയും അപ്പോൾ അത് റിയാലിറ്റിയിൽ വരികയും ചെയ്യും. അപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയാൽ പല പിന്നെ കോർപ്പറേഷനുകളും പല മണ്ഡലങ്ങളും ഒക്കെ പിടിക്കുന്നതിന് അവർക്ക് സഹായിക്കും. ഇതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ ശൈലി. എനിക്ക് തോന്നുന്നു സാറേ, ഈ കഴിഞ്ഞ പ്രാവശ്യം കുറേ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളൊക്കെ കിട്ടി, പക്ഷേ അവിടെയൊക്കെ തന്നെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെന്ന് ഉള്ള പരാതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് അവരുടെ പരിചയക്കുറവായിരിക്കാം. കാരണം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തമ്മിലടിയായിരുന്നു, കാര്യക്ഷമമല്ലാതെ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു സംസ്ഥാന നേതൃത്വത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്രം നേരിട്ട് നിയോഗിച്ചതുപോലെ ഇവിടുത്തെ പല കാര്യങ്ങളിലും കേന്ദ്ര പ്രതിനിധികളുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് തെറ്റാമോ? ഇല്ല, അത് നേരത്തെ ഇതിനേക്കാൾ കൂടുതലുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയി തീർന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് പോയി അവിടെ മറ്റ് നേതാക്കൾ അമിത്ഷായെ കാണാൻ നിൽക്കുന്ന പോലെ, നരേന്ദ്രമോദിയെ കാണാൻ നിൽക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ട് അവിടെ വരുന്നില്ല. നേരിട്ട് പോയി സമയം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഉടനെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റു പലർക്കും അത് കഴിഞ്ഞെന്ന് വരില്ല. അവർക്ക് ഒരുപാട് ദിവസം ചിലപ്പം കഴിഞ്ഞാലായിരിക്കും ആ സമയം കിട്ടുന്നത്. ഇദ്ദേഹത്തിന് ചിലപ്പോൾ 24 മണിക്കൂറിനാവും വേണമെങ്കിലും സമയം കിട്ടും. ഒരു ഫോൺ കോളിന് ചിലപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റിനോ ചിലപ്പോൾ സമയം കിട്ടിയെന്നിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനേക്കാളൊക്കെ പ്രധാനമാണ് അദ്ദേഹം പറഞ്ഞൊരു സാധനമുണ്ട്, പ്രോഗ്രസ് കാർഡ്. ഓരോ വാർഡിലും ജയിച്ചവരുടെ പ്രോഗ്രസ് കാർഡ് മൊറാർജി ഭവനിലിരുന്ന് അസസ് ചെയ്യണം. ഇപ്പോൾ കമ്പ്യൂട്ടർ സംവിധാനം ഉണ്ടല്ലോ, ഓരോരുത്തർക്കും മൊബൈലുണ്ടല്ലോ. ഇന്ന് താൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള സംവിധാനം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇന്ന പ്രവർത്തനമാണ് ചെയ്തതെന്ന് ഫീഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ 2000-ഓളം വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. ആ 2000 പേരുടെ മൊബൈലിൽ ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ മൊറാർജി ഭവനിലേക്ക് മെസ്സേജ് ഇടണം എന്ന് പറഞ്ഞാൽ പോലെ ഇന്ന് എന്ത് ചെയ്തു വെറും 2 വരിയിൽ എഴുതിയാൽ മതി. ഇത് അവിടെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യണം. എന്നിട്ട് എവരി മന്ത് അല്ലെങ്കിൽ എവരി ഇയർ ഈ പ്രോഗ്രസ് കാർഡ് അസസ് ചെയ്യും എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുകയാണ്. അത് വലിയൊരു മാറ്റമാണ്. ഇത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലൊന്നും ഒരു പാർട്ടിയും ചെയ്യാറില്ല. നോർത്ത് ഇന്ത്യയിൽ BJP മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അക്കൗണ്ടബിലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി വളരെ പ്രധാനപ്പെട്ട. ഞാൻ ഇവിടുന്നൊരു പിന്നെ നേതാവ് വന്നതിനെ കുറിച്ച് വരെ ആൾക്കാർ പറയുന്നത്, അദ്ദേഹത്തിനോട് കേന്ദ്രമന്ത്രി ആയപ്പോൾ വിളിച്ചു പറഞ്ഞു, താങ്കൾ 4 ദിവസം ഇവിടെ ഉണ്ടാവുകയും 3 ദിവസം മണ്ഡലത്തിൽ ഉണ്ടാവുകയും വരെ ചെയ്യണം എന്ന് അമിത്ഷാ നിർദ്ദേശിച്ചു എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതാണ് അവരുടെ ശൈലി. മണ്ഡലത്തെയും സംരക്ഷിക്കണം, തൻ്റെ പാർട്ടിയിലെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കണം, ക്യാബിനറ്റിൽ പിന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കണം, പിന്നെ തദ്ദേശ സ്വയംഭരണ ഇതിൻ്റെ ചെയർമാനാണെങ്കിൽ ആ ഉത്തരവാദിത്വം നോക്കണം. ഇങ്ങനെ ഫുൾ ടൈമറായി 24/7 നിൽക്കാൻ കഴിയണം. യെസ്. അപ്പോൾ ഈ ഒരു വിഷയം, അതായത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം, അത് കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര നേതൃത്വം കൃത്യമായ രീതിയിലൊരു സന്ദേശമാണ്. ബീഹാറിൽ നിന്നൊരു നേതാവിനെ വർക്കിംഗ് പ്രസിഡൻ്റായി, ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റായി കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹം ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത് അത് നിങ്ങൾ കണ്ണു തുറന്ന് കാണൂ എന്നുകൂടി പറയുകയാണ് തോന്നുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. കൃത്യമായി ഈ 15 കോടിയോട് അടുപ്പിച്ച് വരുന്ന മെമ്പർമാരിൽ, BJP മെമ്പർമാരിൽ ഇത്തരത്തിൽ ആയിരക്കണക്കിന് നിതിൻ നവീന്മാരുണ്ട് എന്നുള്ളത് നമ്മുടെ ആൾക്കാർ അറിഞ്ഞിട്ടില്ല. അവരെ അറിയിക്കുക കൂടെയാണ് ദേശീയ നേതൃത്വം ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹം വർക്ക് ചെയ്തത് സാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത്രയും എല്ലാ സ്ഥാനാർത്ഥികൾക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാൻ പ്രാപ്തനായ ഒരാൾ ഇത്രയും 45 വയസ്സിനിടയിൽ അത്രയേറെ കാര്യക്ഷമമായി സ്വന്തം മണ്ഡലം നോക്കണം, അതിനൊപ്പമാണ് എല്ലാവരുടെയും പോയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുണ്ട്, നിങ്ങൾ നോക്കൂ, കണ്ണു തുറന്ന് നോക്കൂ. നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന വർക്ക് ഓവർലോഡ് ആണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ആരെയും ബോധ്യപ്പെടുത്താനും അദ്ദേഹം നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആരും അറിയാത്തത്. അവിടുത്തെ ഒരു മെയിൻ ഭാരവാഹിയായിട്ട് നിന്ന് നമ്മൾ ഇലക്ഷൻ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞേനെ. പക്ഷെ ഇത് അദ്ദേഹം എന്റെ ഒരു കടമ പോലെ അങ്ങ് ചെയ്യാണ്. പാർട്ടിയോടുള്ള എന്റെ പ്രവർത്തനം, എന്റെ കടമ, എന്റെ വിശ്വാസം എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അത് നോക്കാനൊരു നേതൃത്വം ഉണ്ട് എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത. ഇത് നീ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് നിനക്കൊരു ഡിഗ്രി കൂട്ടിത്തരാൻ, അതിനേക്കാൾ ഉന്നതമായൊരു സ്ഥാനം തരാനായിട്ട് ഒരു സംവിധാനം ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് അണികളെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് അവർക്ക് നിശബ്ദ പ്രവർത്തനത്തിനും നിസ്വാർത്ഥ പ്രവർത്തനത്തിനും ഉള്ള അഭിവാഞ്ച വരുന്നതും അങ്ങനെ പുതിയ കാര്യകർത്താക്കൾ ഉണ്ടായിത്തീരുന്നത്. അതെ, എനിക്ക് തോന്നുന്നു ഈ നിരാശരാകേണ്ടതില്ല ആരും. എല്ലാവരും നിങ്ങൾ മോണിറ്റർ ചെയ്യപ്പെടുകയാണ്, നിങ്ങൾ റഡാറിലുണ്ട്. നിങ്ങൾ നന്നായി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റമുണ്ട് എന്നുള്ളൊരു ശക്തമായ സന്ദേശം കൊടുത്തിരിക്കുകയാണ്. അത് ഇവിടെയുള്ള കുറേ നിരാശരുണ്ട്, അവർക്കും കൊടുത്തിരിക്കുകയാണ്. നിരാശരായിട്ടുള്ളവർ ഈ ഇപ്പോഴത്തെ ഉദാഹരണമുണ്ട്. സദാനന്ദൻ മാസ്റ്ററുടെ ഉദാഹരണം നോക്ക്. കാലുപോയ സദാനന്ദൻ മാസ്റ്റർ ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹം പോലും പ്രതീക്ഷിക്കാതെ MP ആയി മാറുന്നു.
ഇത് അത് റെക്കഗ്നൈസ് ചെയ്യേണ്ട സമയങ്ങളിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതെ, അതാണ് നിരാശരായിട്ടുള്ളവർ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുകയല്ല വേണ്ടത്, നിലവിലെ നേതൃത്വത്തിനെതിരെ പ്രവർത്തിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കൂ, നിങ്ങളെ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നു, അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളൊരു സന്ദേശം. പക്ഷേ ഇത് വളരെ ഗംഭീരമായിട്ടുണ്ട്. അതായത് സംസ്ഥാനത്ത് ഒരു നല്ലൊരു നേതാവ്, അദ്ദേഹം നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഓരോ പാർട്ടി നേതാക്കൾക്കുള്ള സന്ദേശം. നേതൃത്വം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് BJP നേതൃത്വം തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്യുന്നു, മുകളിലേക്ക് കൊണ്ടുവരുന്നു, കൂടുതൽ ഉത്തരവാദിത്വം കൊടുക്കുന്നു. അതായത് പ്രൂവ് ചെയ്തവരെ കൃത്യസമയത്ത് ഐഡന്റിഫൈ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഇത് മറ്റു പാർട്ടികൾക്കും നല്ല ഒരു സന്ദേശമാണ്. അപ്പോൾ വേറൊന്നു കൂടി സാർ, ഈ സംഭവം ഇങ്ങനെ ഒരാളെ, ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളെ മുകളിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതാണ്. അത് വലിയൊരു രീതിയിലൊരു വൈകാരികമായ പ്രതികരണങ്ങൾക്കും തിരിച്ചടിക്കും കാരണമാകുമോ? BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ചില സംവിധായകർ സിനിമയുടെ ഇത് എങ്ങനെയെന്നറിയാമോ, ഓരോ ഷോട്ടിലും ഓരോ പുതുമ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഇപ്പോൾ പ്രസിഡൻ്റാക്കിയ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രവർത്തനത്തിൽ അവരൊരു പുതുമ കൊണ്ടുവന്ന് സ്ഥാപിക്കും. ഓരോ ദിവസവും അതുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നരേന്ദ്രമോദി ഒരാഴ്ചയിൽ ഒന്നെങ്കിലും ഒരു പുതിയ സാധനം കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ ഇടാറുണ്ട്. ഒന്നുകിൽ അത് നമ്മുടെ യുദ്ധത്തിൻ്റെ യന്ത്രസാമഗ്രികൾ കണ്ടുപിടിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊന്ന് ക്രയോജനിക് വിദ്യ ഉപയോഗിച്ച് എങ്ങനെ പുതിയ വിമാനങ്ങൾ ഉണ്ടാക്കി നിശബ്ദമായി പറത്തുന്നത് എങ്ങനെയാണെന്നായിരിക്കും, അല്ലെങ്കിൽ ഡ്രോണുകൾ എങ്ങനെ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ചായിരിക്കാം, ചിലപ്പോൾ സ്കൂളുകളിൽ എങ്ങനെ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ചായിരിക്കാം, ചിലപ്പോൾ കർഷകർക്ക് പ്രത്യേക ഒരു ആനുകൂല്യം കൊടുത്തുകൊണ്ട് അവരെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം എന്നതിനെക്കുറിച്ചായിരിക്കാം. ഇങ്ങനെ ഓരോ വിഷയങ്ങളിൽ പുതുമകൾ, എപ്പോഴും പുതുമകൾ ഉണ്ടായിക്കൊണ്ടിരുന്നാലേ അത് വ്യക്തിയായാലും സ്ഥാപനമായാലും പാർട്ടിയായാലും നിലനിൽക്കുള്ളൂ. എപ്പോഴും പുതിയ ആശയങ്ങൾ കൊടുക്കുക, പ്രത്യാശ നൽകിക്കൊണ്ടിരിക്കുക, ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ കടമയാണ്. ഇപ്പോൾ നമ്മുടെ പല പാർട്ടികൾക്കുള്ളതെന്ന് വെച്ചാൽ 1957 ചെയ്ത് തന്നെ ഇന്നും, അന്ന് വിളിച്ച മുദ്രാവാക്യം തന്നെയാണ് ഇന്നും, ഒരു മാറ്റവും ഇല്ല. അന്ന് വിളിച്ച മുർദാബാദ് തന്നെയാണ് ഇന്നത്തെ മുർദാബാദ്. പുതിയ കാലത്തെ പ്രവർത്തനങ്ങളിൽ ഒന്നും ഇല്ല, ലോകം അതെ, പലരും പറയുന്ന പോലെ ലോകം മാറി, ലോകത്തിൻ്റെ ജീവിത രീതി മാറി, സ്പീഡ് കൂടി. പക്ഷെ നമ്മളിപ്പോഴും പഴയ തല്ലി മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് പോവുകയാണ്. അപ്പം അതിന് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരാൾക്ക് പ്രത്യാശ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇതുപോലെ ഇന്ത്യയിൽ പലർക്കും പ്രത്യാശ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു BJP എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് എന്നും പുതുമകൾ. എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നമ്മളെല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്നത്? ഒറ്റ കാര്യം കൂടെ, നമ്മളിപ്പോൾ ഏത് കോമഡി സീരിയലുകൾ എനിക്കറിയാവുന്ന ഒരു 25 സീരിയലെങ്കിലും കാണും. തൊഴിലുറപ്പെന്ന് പറയുന്നു, അവിടെ വന്ന് കുറേ പെണ്ണുങ്ങൾ കൂടിയിരിക്കുന്നു, നീ അവിടെ പോയോടി, നീ ചന്തയിൽ പോയോടി, മറ്റേ ചെയ്തോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ ആളിൻ്റെ കുറ്റം പറയുന്നു. ഇനി സമയമായിട്ട് നമുക്ക് പെട്ടെന്ന് 5-6 പുല്ലും പറിച്ചിട്ട് പോവാം, കാശ് വാങ്ങിക്കണ്ടേന്ന് പറഞ്ഞ് പോയി കാശ് വാങ്ങിക്കുന്നു. ഇതാണ് എല്ലാവരും ഇങ്ങനെയാണോ? ഇതിൽ വലിയൊരു വിഭാഗം ഇങ്ങനെ, അതുകൊണ്ടല്ലേ ഈ ക്രിറ്റിസിസം വരുന്നത്. പിന്നെ എങ്ങനെയായിരുന്നു? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായാലേ ഞങ്ങളുടെ പാർട്ടിയുടെ ആകണമെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ റാലിയിൽ പങ്കെടുക്കണം, ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരാത്തവരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയില്ല. ഈ ഫോൺ സന്ദേശമൊക്കെ ഇവിടെ എത്രയോ വൈറലായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വാച്ച് ചെയ്യാൻ അവിടെ ആളിരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മളിത് വെറുതെ പറഞ്ഞാൽ പോരാ, മനസ്സിലായില്ലേ? അയ്യോ അത് പേര് മാറ്റിക്കളഞ്ഞു, അത് വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ പോരാ. ഇത് എന്തുകൊണ്ട് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ട്. നിശബ്ദമായി അവരുടെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം നരേന്ദ്രമോദി നടപ്പിലാക്കി. അപ്പോൾ അറിയാതെ ഉള്ളിൽ നിന്നൊരു കൈയടി നമ്മുടെ മനസ്സിൽ നിന്ന് വരും. ഇതാണ് നരേന്ദ്രമോദി മാജിക് എന്ന് പറയുന്നത്. പക്ഷേ ഈ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റാതെ ഈ പരിഷ്കരണം വരുത്താമായിരുന്നില്ലേ? അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. മഹാത്മാഗാന്ധിയുടെ പേരാണോ വലുത്, മഹാത്മാഗാന്ധിയുടെ ആശയമാണോ വലുത് എന്നുള്ളതാണ്. ഗ്രാമീണ തലത്തിലെ ഉന്നമനം, ഗ്രാമീണ തലത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുക, ഗ്രാമീണ തലത്തിൽ ശുദ്ധജലം നൽകുക എന്നൊക്കെ ഗ്രാം സ്വരാജ് എന്ന മഹാത്മാഗാന്ധിയുടെ ആശയമാണോ നിങ്ങൾക്ക് വേണ്ടത്? മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പുല്ലുപറിക്കാനും പാർട്ടി പ്രവർത്തനം നടത്താനും പാർട്ടിക്ക് ജാഥ നടത്താനും ഉള്ള ഒരു സംവിധാനമായി അതിന് കൈക്കൂലി കൊടുക്കുന്നതായി മാറണമോ? ഇവിടെയാണ് ചോദ്യം. അല്ല, ഇതിപ്പോൾ ഒരു വലിയ പരാതിക്ക് ഇട നൽകിയിട്ടുണ്ട്. പരാതി വരണമെന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. എങ്കിലേ ഈ കാര്യം തുറന്നു പറയാൻ പറ്റുള്ളൂ. ഒന്നൊന്ന് കാര്യം, ഇന്ദിരാഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന പദ്ധതികളുടെ പേരിൽ ഇന്ദിരാഗാന്ധിയുടെ പേര് മാറ്റി.
രാജീവ് ഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന ചേരി നിർമ്മാർജ്ജനത്തിന് സർദാർ പട്ടേലിൻ്റെ പേര് നൽകി. അപ്പോൾ സർദാർ പട്ടേലിൻ്റെ പേര് കൊടുക്കുമ്പോൾ BJP നേതാവെന്ന് പറയാൻ പറ്റില്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇതിനകത്ത് പ്രശ്നം ഇത് ഈ പേര് മാറ്റുന്നു, ഇത്രയും വലിയ നേതാക്കളുടെ പേര് മാറ്റുന്നത് എന്തിനാണ് ചോദിക്കുന്നത്. അല്ല, ഈ പേര് ഇപ്പം മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ പിന്നെ ഓരോരുത്തരും അവരവരുടെ നേതാക്കളുടെ പേരിടുമ്പോൾ മറ്റവർ വരുമ്പോൾ മാറ്റും. ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ പേരിട്ടപ്പം അവർ പട്ടേലിൻ്റെ പേരിട്ടു. ഇന്ദിരാഗാന്ധിയേക്കാൾ വലിയ ആളാണല്ലോ പട്ടേൽ. ഈ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ പേര് മാറ്റി നിതിൻ ഗഡ്കരിയുടെ പേരല്ലല്ലോ ഇട്ടത്, അല്ലെങ്കിൽ JP നദ്ദയുടെ പേരല്ലല്ലോ ഇട്ടത്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പേരല്ലല്ലോ ഇട്ടത്. ഇന്ദിരാഗാന്ധിയേക്കാൾ വലിയൊരാളുടെ പേരല്ലേ ഇട്ടത്. ഇന്ദിരാഗാന്ധി ആവാസ് യോജനയുടെ പേര് മാറ്റി പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാക്കി. അല്ല, അതാരാ തുടങ്ങിയത്? പ്രധാനമന്ത്രി എന്ന പേരിലുള്ള പദ്ധതികൾ തുടങ്ങിയത് രാജീവ് ഗാന്ധിയാണ്. ഏറ്റവും കൂടുതൽ പദ്ധതികൾ. അത് കഴിഞ്ഞിട്ട് മൻമോഹൻ സിംഗ് ആണ്. അപ്പം ഇതെല്ലാം ഭരണ തുടർച്ച തന്നെയാണ്. നമ്മൾ ഇന്നലെ ചെയ്തത് ഞാൻ ചെയ്തപ്പോൾ കൊള്ളാം, നീ ചെയ്തപ്പോൾ മോശം, മറ്റേ ബർമുഡയുടെ കഥ പറഞ്ഞ പോലെയാണ്. അത് ശരിയല്ല. ഞങ്ങളുടെ കാലത്ത് SIR പരിഷ്കരണം നടത്തും, ഞങ്ങളുടെ കാലത്ത് വെട്ടിനിരത്തൽ നടത്തും, ഞങ്ങളുടെ കാലത്ത് പിന്നെ വോട്ട് ചോരി നടത്തും, അല്ലെങ്കിൽ പെട്ടിയോടെ അടിച്ചുകൊണ്ട് പോകും. ഇപ്പം പിന്നെ നടക്കുന്നതെല്ലാം അതേപോലെയാണെന്ന് നമ്മൾ പറയുന്ന പോലെയാണ്. പക്ഷേ ഇത് ഒരു പ്രചരണത്തിന് ഇട നൽകുകയല്ലേ ചെയ്യുന്നത്. ആ പ്രചരണം വരണം എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ അവർ പറയാൻ പോകുന്നത് എന്തായിരിക്കും അറിയാം. ഈ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി ഇനിയിപ്പോൾ കറൻസി നോട്ടിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രം മാറ്റും എന്നവർ പറയും. അല്ല, ഇത്തരം സംഭാഷണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. ശരി. അതിനകത്ത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കുന്ന എല്ലിൻ കഷ്ണത്തിൽ പ്രതിപക്ഷം കടിച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമിത്ഷായും ഒരു നരേന്ദ്രമോദിയും അവിടെ ഉണ്ട്. അപ്പോഴാണ് ഇവർക്ക് ഇതിൻ്റെ യഥാർത്ഥ സാധനം പൊളിച്ചു കൊടുക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഗാന്ധിജിയുടെ പേരല്ലേ ഇട്ട്, പക്ഷെ ഞങ്ങൾ ഇട്ടത് ഗാന്ധിജിയുടെ ധർമ്മമാണ് ഇട്ടത്. ഗ്രാമീണ വികസനം എന്ത് വേണം, അതിന് താഴെത്തട്ടിൽ ശുദ്ധജല സ്രോതസ് കണ്ടെത്തുക, അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുക, ഇങ്ങനെ ഇതിനൊരു ഡയറക്ഷനാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പം ഗാന്ധി ആശയം ഞങ്ങൾ നടപ്പിലാക്കുന്നു, നിങ്ങൾ ഗാന്ധിയുടെ പേര് നോട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തെ നാറ്റിക്കുന്നു. ഗാന്ധിയുടെ പേരിന്ന്, ഗാന്ധിയുടെ പിന്നെ ചിത്രം ഇന്ന് നമ്മുടെ നോട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ എത്ര പ്രാവശ്യം പരാതി പറയാറുണ്ട് അല്ലേ? ഗാന്ധി നമ്മുടെ ആത്മാവിലില്ലാതായി ഇല്ലേ? ഗാന്ധി നമ്മുടെ ആത്മാവിൽ നിൽക്കണം. എന്ത് വേണം? ഗാന്ധി നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കണം. ഗ്രാമീണ പദ്ധതികൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഗാന്ധിയെ ഓർക്കും. അന്ന് വേണമെങ്കിൽ അവിടെ ബോർഡ് വെച്ചോ. ഇതിലിപ്പം ഗാന്ധിയുടെ ബോർഡ് വെക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് സർക്കാരുകൾക്ക്, കോൺഗ്രസിൻ്റെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം ഗാന്ധി കർമ്മ പദ്ധതി എന്നിട്ട് പറഞ്ഞിട്ട് ഈ പേരും വെച്ചോ, കുഴപ്പമൊന്നുമില്ല. അവിടെ ഗാന്ധിയുടെ പടം കൂടെ വെച്ചോ, ആരെങ്കിലും എതിർക്കുമോ? ഈ ഗാന്ധി വധത്തിന് പിന്നിലുണ്ടായിരുന്നവരുടെ ജന്മദിനത്തിന്, അതിലുണ്ടായിരുന്ന ഒരാളുടെ ജന്മദിനത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതെന്ന് പോലും പറയുന്നുണ്ട്. ആ ഒരു ശക്തമായ രീതിയിൽ അവർക്ക് ഉന്നയിക്കാൻ കഴിയുന്നുണ്ട്. അല്ല, അത് ഏതിനും കുറ്റം കണ്ടെത്തുന്ന. ഇപ്പോൾ നമുക്കിപ്പോൾ ദിനം നോക്കിയാൽ എല്ലാത്തിനും ഓരോ ദിനമുണ്ട്. 365 ദിനവും തീരുന്നില്ല. മരത്തിന് ദിനമുണ്ട്, പിന്നെ മണ്ണിന് ദിനമുണ്ട്, എല്ലാത്തിനും ദിനമുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ നേതാക്കൾ മരിച്ച ദിനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം വരും. അപ്പം ആ ദിനത്തിൽ ഞാൻ ഒരു കാര്യം ചെയ്തു പോയി, അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഞാൻ ഒരു നല്ല കാര്യം ചെയ്യുകയാണ്, അന്ന് എൻ്റെ അമ്മയുടെ മരണദിനമായിരുന്നു, അതുകൊണ്ട് അയാൾ തെമ്മാടിത്തരമല്ലേ കാണിച്ചെന്ന് പറഞ്ഞാൽ അത് ഞാനത് ചിലപ്പോൾ അറിയുന്ന പോലും കാണുകയില്ല. അപ്പോൾ ഇതിനെല്ലാം ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ പദ്ധതികളുടെ എങ്ങനെ നടപ്പിലാക്കുന്നു, അതിൻ്റെ അന്തസത്ത എന്താണ് എന്ന കൃത്യമായി നടപ്പിലാക്കി ഈ പണം വളരെ വേസ്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റഡിയിൽ നിന്ന് അവർക്ക് മനസ്സിലായില്ലേ? ഈ പണം നടത്തിക്കൊണ്ടിരുന്നത്, ഈ പണം മുഴുവൻ ചിലവാക്കിയിരുന്നത് പല സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് ആളെ കൂട്ടാനായിട്ടാണ് നടത്തിയിരുന്നത്. അത് അവർ പിടിച്ചു. അപ്പം അത് പറ്റില്ല. പിന്നെ ഇതെങ്ങനെയെങ്കിലുമൊക്കെ പുല്ല് പറിക്കുക, അല്ലെങ്കിൽ കുറച്ച് അവിടെ എവിടെയും കളച്ച് എന്തെങ്കിലും കാണിക്കുക, അല്ലെങ്കിൽ 2 കുഴി എടുത്തിട്ട് കുറച്ച് മാലിന്യം അവിടെ മൂടുക, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കാശും വാങ്ങിച്ചുകൊണ്ട് പോവുക, ഉച്ച കഴിയുമ്പോൾ കാശും വാങ്ങിച്ചുകൊണ്ട് പോവുക എന്നുള്ള പരിപാടി. പിന്നെ ഇതിന് പാർട്ടി റോളിൽ ഇവരെ കയറ്റും, അല്ലെങ്കിൽ പാർട്ടിക്കാർ സ്വജനപക്ഷപാതപരമായി ഇതിനകത്ത് ഉൾപ്പെടുത്തും. ഈ പരിപാടികളൊക്കെ അവസാനിപ്പിക്കണം. ഇതിനൊരു മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും, ഇതിന് കൃത്യമായ പിന്നെ പ്രവർത്തന പദ്ധതി ഉണ്ടായിരിക്കും, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും ഇതിൻ്റെ ആക്ടിവിറ്റീസ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് 40% സംസ്ഥാനവും 60% കേന്ദ്രവും ഇടണം. പിന്നെ 100 എന്നുള്ളത് 120 ദിവസമാക്കും. അതും പലതും ഗുണമാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ദിവസം 100 ദിവസം എന്നുള്ളത് നമുക്കിപ്പോൾ 120 ദിവസമായി. അപ്പോൾ ഏതാണ്ട് 3-1 ദിവസം നമുക്ക് സർക്കാരിൻ്റെ കാശ് കിട്ടുകയാണ്, ഉറപ്പായും പൈസ കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ എവരി 3 days നമുക്ക്
മറ്റ് 2 ദിവസത്തേക്കും കൂടെ മിച്ചം വെച്ചാൽ ജീവിക്കാനുള്ള പൈസ കിട്ടുകയാണ് ഒരു ദിവസം പ്രവർത്തിക്കുമ്പോൾ. അതായത് ആ പ്രവൃത്തി ക്രിയേറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതായത് എതിർ രാഷ്ട്രീയ പാർട്ടികൾ മുൻപ് അധികാരത്തിലിരുന്നപ്പോൾ നടപ്പിലാക്കിയ പദ്ധതികളിൽ കാര്യമായ ഫ്ലോപ്പ് ഉള്ളവ കാര്യമായി മാറ്റി പൊളിച്ചെഴുതി കൃത്യമായി പേര് മാറ്റിയിട്ടുണ്ട്. അത് സത്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ അതൊരു വളരെ തന്ത്രപരമായ നീക്കമായി, രാഷ്ട്രീയ തന്ത്രമായി നമുക്ക് കാണാം അല്ലേ? തീർച്ചയായിട്ടും. അത് ഇപ്പം ഗാന്ധിജിയുടെ പേര് മാറ്റിയതിനോട് ഞാൻ യോജിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ആ ഗാന്ധിജി എന്താണോ ആഗ്രഹിച്ചത് ആശയം നടപ്പിലാക്കി. ഗാന്ധിജിയുടെ പേരാണോ വലുത്, ഗാന്ധിയുടെ ആശയമാണോ വലുത്, ഗാന്ധിജിയുടെ പേര് ഇങ്ങനെ ഒരു ബോർഡിൽ എഴുതി വെക്കുന്നതാണോ വലുത്, ഗാന്ധിജിയുടെ ആശയം നമ്മളെ ഓരോ ഗ്രാമത്തിലും പ്രാദേശിക വികസനത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ക്രിയേറ്റിവിറ്റി കൊണ്ട് ഈ നാട്ടിലുണ്ടാകുന്ന ഒരു പുതിയ മാറ്റമാണോ വേണ്ടത്, അതോ വെറും ഒരു നാമത്തിൽ നോട്ടിൽ ഗാന്ധി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുന്ന പോലെ ഇന്ന് നോട്ടിൽ മാത്രമേ ഗാന്ധിയുള്ളൂ നമ്മളെ മിമിക്രിക്കാർ പോലും വിമർശിക്കാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? ഗാന്ധി നമ്മുടെ ക്രിയേറ്റീവ് വർക്കിലില്ല, കർമ്മപഥത്തിലില്ല. ഗാന്ധി നമ്മുടെ പ്രവർത്തികളെല്ലാം നമ്മൾ മറന്നു കഴിഞ്ഞു. ഗാന്ധിജിയുടെ പ്രവർത്തികളെല്ലാം എല്ലാം മറന്നു കഴിഞ്ഞു. അഹിംസ എന്നൊക്കെ ചുമ്മാ പറയുന്നതല്ലാതെ അല്ലേ? പിന്നെ അഹിംസ എന്ന് നമ്മൾ പറയുകയും ആളെ വെട്ടിക്കൊല്ലുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവിടെയാണ് നമ്മൾ ഗാന്ധി ആദ്യം പ്രവൃത്തിയിൽ ഗാന്ധി കൊണ്ടുവരിക, പിന്നെ നമ്മൾ മനസ്സിൽ ഗാന്ധി വരും. മനസ്സിൽ ഗാന്ധി വരുമ്പോൾ ഗാന്ധി എന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഗാന്ധിമാരാകും. ഓക്കെ, എന്തായാലും ബി ജെ പിയുടെ തന്ത്രങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഒന്നുകൂടി എയിം ചെയ്തുകൊണ്ട്, ഒന്നുകൂടി ഫോക്കസ്ഡ് ആയിക്കൊണ്ട് അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നവരുടെ പിതാക്കന്മാരുടെ ചരിത്രമോ അവരുടെ കുടുംബ മഹിമയോ അല്ല ഒരു മാനദണ്ഡമാക്കുന്നത് എന്നുള്ളതാണ്. നിധിൻ നബിൻ എന്ന നേതാവിനെ വർക്കിംഗ് പ്രസിഡൻ്റായി, ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റായി അവർ നിയമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമത, അത് തന്നെയാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആയി കണക്കിലെടുത്തത്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അതെടുത്ത് പറയാതെ വയ്യ. എന്നാലും ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള സന്ദേശം എന്നുള്ളതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ ഓരോ പ്രവർത്തകർക്കുമുള്ളൊരു ഊർജ്ജം കൂടിയാണ് എന്നുള്ളതാണ് നിരീക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഈ രീതിയിൽ ബി ജെ പി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എതിരാളികൾ വളരെയേറെ വിയർക്കും. എതിരാളികളുടെ പ്രവർത്തന ശൈലി, അവരുടെ നേതൃത്വത്തിൻ്റെ പ്രവർത്തന രീതി, നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന രീതി, സംഘടനാ തിരഞ്ഞെടുപ്പ് പോലും നടത്താത്ത പാർട്ടികളുണ്ട്, അവയൊക്കെ തന്നെ ഒന്നുകൂടി ചിന്തിക്കുക. കാരണം ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജനാധിപത്യ രാജ്യത്ത് ശക്തമായ ഭരണ സംവിധാനം വേണമെന്നുണ്ടെങ്കിൽ നല്ല പ്രതിപക്ഷവും വേണം. പ്രതിപക്ഷം ഇത്തരത്തിൽ ക്ഷീണിക്കുവാൻ പാടില്ല എന്നാണ് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റ്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.